now and press the bell icon. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻസിന്റെ തുടർച്ചയായിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നൽകുന്നത്. നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 26, 26ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് റൂട്രോണിക്സ്. ആൻസർ കേരള സ്റ്റേറ്റ് റൂറൽ വുമൻസ് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ്. കേരള സ്റ്റേറ്റ് റൂറൽ വുമൻസ് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ്. റൂട്രോണിക്സ് ഇത് അപ്പെക്സ് ഫെഡറേഷൻ ഓഫ് റൂറൽ വുമൻസ് ഇലക്ട്രോണിക്സ് സൊസൈറ്റിയുടെ അപ്പെക്സ് ഫെഡറേഷൻ ആണ്, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 27ാമത്തെ ചോദ്യം. കൊമേഴ്സ്യൽ പേപ്പർ, പ്രോമിസറി നോട്ട്, bill of exchange or commercial bills, treasury bills, certificate of deposit, etc. are the example of money market, capital market, none of this. Answer money market. അടുത്ത ചോദ്യം, bonds, stocks, etc. are the example of bonds, stocks, etc. are the example of money market, capital market, none of this. ആൻസർ ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിന് എക്സാമ്പിൾ ആണ് ബോണ്ട്, സ്റ്റോക്ക് തുടങ്ങിയവ. അടുത്ത ചോദ്യം, ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, DFHI, ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ. ഓപ്ഷൻസ് നോക്കുക. കറക്റ്റ് ആൻസർ മാർച്ച് 1988, 1988 DFHI നിലവിൽ വന്നത്. ചോദ്യം നമ്പർ 30. എവരി കോഓപ്പറേറ്റീവ് ബാങ്ക് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ഫ്ലൂയിഡ് റിസോഴ്സസ് ടു എൻഷുർ. എവരി കോഓപ്പറേറ്റീവ് ബാങ്ക് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ഫ്ലൂയിഡ് റിസോഴ്സസ് ടു എൻഷുർ. എന്ത് എൻഷുർ ചെയ്യാനാണ് ഫ്ലൂയിഡ് റിസോഴ്സസ് കീപ്പ് ചെയ്യേണ്ടത്? ആൻസർ ലിക്വിഡിറ്റി. പ്രോഫിറ്റബിലിറ്റി അല്ല, സ്റ്റെബിലിറ്റി അല്ല, ലിക്വിഡിറ്റി ആണ്. ചോദ്യം നമ്പർ 31. വാട്ട് ഈസ് ദ CBS മെന്റ് ഇൻ ബാങ്കിങ് ടേംസ്? ബാങ്കിങ് ടേംസിൽ CBS എന്ന് പറഞ്ഞാൽ എന്താണ്? CBS ആൻസർ കോർ ബാങ്കിങ് സൊല്യൂഷൻ. കോർ ബാങ്കിങ് സൊല്യൂഷൻ ആണ് ആൻസർ. കോർ ബാങ്കിങ് സൊല്യൂഷൻ. മോഡേൺ ബാങ്കിങ് ഇൻ ഇന്ത്യ ഒറിജിനേറ്റഡ് ഇൻ ദ ലാസ്റ്റ് ഡീക്കേഡ് ഓഫ്. മോഡേൺ ബാങ്കിങ് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടത് 18th സെഞ്ചുറിയിലാണ് മോഡേൺ ബാങ്കിങ് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ടു ലോഞ്ച് ഇന്റർനെറ്റ് ബാങ്കിങ് ഇൻ ഇന്ത്യ? ഇന്റർനെറ്റ് ബാങ്കിങ് ആദ്യത്തെ ബാങ്ക് ഏതാണ് ഇന്റർനെറ്റ് ബാങ്കിങ് സർവീസ് ആരംഭിച്ചത്? ICICI ബാങ്കാണ് ഇന്റർനെറ്റ് സർവീസ് ആരംഭിച്ചത്. അടുത്ത ചോദ്യം, എക്സ്പാൻഡ് NEFT, നെഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്ഷൻസ് നോക്കുക. കറക്റ്റ് ആൻസർ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഇത് നമുക്ക് പണം മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് അയക്കാനുള്ള ഒരു സംവിധാനമാണ് നെഫ്റ്റ്. 35ാമത്തെ ചോദ്യം, RTGS സ്റ്റാൻഡ്സ് ഫോർ. നെഫ്റ്റ് പോലെ മറ്റൊരു സംവിധാനമാണ് RTGS, സ്റ്റാൻഡ്സ് ഫോർ. ഓപ്ഷൻസ് നോക്കുക. കറക്റ്റ് ആൻസർ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. നെഫ്റ്റിനേക്കാളും ഫാസ്റ്റ് ആണ് RTGS ആയിട്ട് അയക്കുന്നത്. വലിയ തുകകൾ RTGS ആയിട്ട് അയക്കാം. അടുത്ത ചോദ്യം, എക്സ്പാൻഡ് IMPS. ഇതും മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് എക്സ്പാൻഡ് IMPS. ഓപ്ഷൻസ് നോക്കുക. കറക്റ്റ് ആൻസർ ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ്. പലരും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് ആണ് IMPS. വാട്ട് ഈസ് ദ മാക്സിമം ലിമിറ്റ് പെർ ട്രാൻസാക്ഷൻ ഇൻ നെഫ്റ്റ്? നെഫ്റ്റിൽ മാക്സിമം ലിമിറ്റ് എത്രയാണ്? ആൻസർ നോ ലിമിറ്റ്. ഒരു ലിമിറ്റ് അതിൽ പറഞ്ഞിട്ടില്ല. അടുത്ത ചോദ്യം, ഹൗ മെനി ഡിജിറ്റ്സ് ആർ പ്രസന്റ് ഇൻ IFSC കോഡ്? IFSC കോഡിൽ എത്രയാണ് ഡിജിറ്റ് ഉള്ളത്? ആൻസർ 11 ഡിജിറ്റ് ആണ് എല്ലാ IFSC കോഡിലും ഉള്ളത്.
What is the minimum amount of money that can be transferred through RTGS? RTGS വഴി മിനിമം എത്ര രൂപയുണ്ടെങ്കിൽ മാത്രമേ RTGS വഴി പണം അയക്കാൻ കഴിയുകയുള്ളൂ? ആൻസർ 2 ലക്ഷം, 2 lakh. Which is the fastest method to transfer small amount of money? ചെറിയ തുകകൾ അയക്കാൻ ഏറ്റവും വേഗത്തിൽ പണം അയക്കാൻ ഏത് മെത്തേഡാണ് അഭികാമ്യം? ആൻസർ IMPS. IMPS വഴിയാണ് പലരും നമ്മൾ ചെയ്യുന്നതാണ്. IMPS വഴി പണം അയക്കാൻ ഫാസ്റ്റിൽ ഏറ്റവും വേഗതയിൽ പണം അയക്കാൻ IMPS ആണ്. ചെറിയ തുകകളാണ്, വലിയ തുകകൾ അയക്കാൻ RTGS ആയിരിക്കും ഫാസ്റ്റ് ആയിട്ട് വരിക. CDM stands for in banking. CDM cash deposit machine. Cash deposit machine ആണ് CDM. What does BIM stand for? BIM stands for answer Bharat Interface for Money. Bharat Interface for Money. BIM ഒരു ആപ്ലിക്കേഷൻ ആണ്. Bharat Interface for Money. Which organization developed BIM application? ഏത് ഓർഗനൈസേഷനാണ് BIM ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തത്? കറക്റ്റ് ആൻസർ NPCI, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. NPCI ആണ് BIM ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തത്. വാട്ട് ഡസ് UPI സ്റ്റാൻഡ് ഫോർ? UPI ആൻസർ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആണ് UPI. When was UPI BIM സർവീസ് ലോഞ്ച്ഡ്? എന്നാണ് ആരംഭിച്ചത്? UPIയും BIM സർവീസുകൾ എന്നാണ് ആരംഭിച്ചത്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 2016 ആരംഭിച്ചത്. 2016. Which of the following apps with UPI feature? താഴെ തന്നിരിക്കുന്നതിൽ ഏതിലൊക്കെയാണ് UPI ഫീച്ചർ ഉള്ളത്? ആൻസർ ഓൾ ഓഫ് ദ എബോവ്. എല്ലാത്തിലും ഉണ്ട്. ഫോൺ പേ, പേടിഎം, BIM ആപ്പ്, മൊബിക്വിക്ക്, ഗൂഗിൾ പേ, ഗൂഗിൾ ടെസ് എല്ലാത്തിലും UPI ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് പണം അയക്കുന്നത്. അറ്റ് പ്രസന്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഇൻ ഇന്ത്യ. എത്ര പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട്? കുറെ ബാങ്കുകൾ മറ്റു ബാങ്കുകളിലേക്ക് ലയിപ്പിച്ചു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അറ്റ് പ്രസന്റ് എത്ര നമ്പേഴ്സ് ആണുള്ളത്? 12 ലിസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നോക്കുക, 12 ബാങ്കുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ബാങ്ക് ലയനം ഒരു ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ബാങ്ക് ലയനത്തെ പറ്റി. അടുത്ത ചോദ്യം, ടു യൂസ് സ്മാർട്ട് കാർഡ്, ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് ഫോർ പർച്ചേസ് ഓഫ് ആൻ ഐറ്റം ഓർ ഫോർ പേയ്മെന്റ് ഓഫ് എ സർവീസ് അറ്റ് എ മെർച്ചന്റ് സ്റ്റോർ, ദ കാർഡ് ഹാസ് ടു ബി സ്വൈപ്ഡ് ഇൻ എ ടെർമിനൽ നോൺ ആസ്. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം, ഡെബിറ്റ് കാർഡ് വെച്ച് സ്വൈപ്പ് ചെയ്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. എന്താണ് മെഷീന്റെ പേര്? ആൻസർ പോയിന്റ് ഓഫ് സെയിൽ ടെർമിനൽ, പോസ് മെഷീൻ. ഇതാണ് മെഷീൻ, പോസ് മെഷീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോട്ട് ഓഫ് ബാങ്ക്സ് ആർ ഓഫറിംഗ് M ബാങ്കിങ് ഫെസിലിറ്റി. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് M ഇൻ M ബാങ്കിങ്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമായിരിക്കും, തെറ്റിക്കരുത്, കൺഫ്യൂഷൻ ആവരുത്. M ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് ആണ് M ബാങ്കിങ്. The ATM which are set up, owned and operated by non-banks are called. പലതവണ മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. The ATM which are set up, owned and operated by non-banks are called. Non-banks. Answer white label ATM. പലതരത്തിലുള്ള ATM ഉണ്ട്. വൈറ്റ് ലേബൽ ATM എന്ന് പറയുമ്പോൾ when ATMs are owned and operated by non-bank entities but they are not doing outsourcing contract from a particular bank. ഔട്ട്സോഴ്സിംഗ് കോൺട്രാക്ട് എടുക്കാത്ത ATM സർവീസ് നൽകുന്ന കമ്പനികളാണ് വൈറ്റ് ലേബൽ ATM എന്ന് പറയുക. നെക്സ്റ്റ്, ബ്രൗൺ ലേബൽ ATM. when banks outsourced the ATM operation to third party. ബാങ്കുകൾ ATM ഓപ്പറേഷൻസ് വേണ്ടി വേറെ കമ്പനികളെ ഏൽപ്പിക്കുന്നു. അതാണ് ബ്രൗൺ ലേബൽ ATM. ഗ്രീൻ ലേബൽ ATM is provided for agricultural transaction. ഓറഞ്ച് ലേബൽ ATM provided for share transaction. യെല്ലോ ലേബൽ ATM set up for the purpose of e-commerce വേണ്ടി യെല്ലോ ലേബൽ ATM. പിങ്ക് ലേബൽ ATM monitored by guards who ensure that only women access these ATM. The sole purpose of such ATM is to mitigate the problem of women standing in long queues of ATM. പിങ്ക് ലേബൽ ATM വിമൻസിന് വേണ്ടിയിട്ടുള്ളതാണ്.
Biometric ATM. ATM stands which uses a security features like fingerprint scanner and eye scanner of the customer to access the bank details. Biometric ATM.